നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കെട്ടടങ്ങിയെന്ന് കരുതിയിരുന്ന CPMന്റെ തലയ്ക്ക് മുകളിൽ ഇടിത്തിയായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ അറസ്റ്റ്. ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്കുള്ള അന്വേഷണത്തിന്റെ പഴുതാണ്. SIT സംഘം പ്രശാന്തിനെ കരകുളത്തെ വീട്ടിൽ കയറിയാണ് തൂക്കിയത്. AKG സെന്ററിലേക്ക് വെച്ച് പിടിച്ച് ഓടിക്കിതച്ചെത്തിയിരിക്കുകയാണ് മുൻ മന്ത്രി വാസവൻ. പ്രശാന്തിലൂടെ തന്നിലേക്കാണോ SIT ഇനി കടക്കാൻ പോകുന്നത് എന്ന വേവലാതി വാസവനെ വേട്ടയാടുന്നു. ഒന്നും രണ്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയിൽ വൻ കൊള്ളയാണ് നടന്നത്. രണ്ട് സർക്കാരുകളുടെ കാലത്തെ ദേവസ്വം മന്ത്രിമാരും പ്രസിഡന്റുമാരും ഊരാക്കുടുക്കിലാണ്. അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ പ്രശാന്ത് അറസ്റ്റിലാകുമ്പോൾ ഇത് കാലം കാത്തുവെച്ച മറുപടി കൂടിയാണ്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന പ്രശാന്ത് ആ മനുഷ്യന്റെ കാലുവാരിയാണ് ഇടതിലേക്ക് ചേക്കേറിയത്. പിണറായി ഭരണകാലത്ത് പ്രശാന്ത് മതിച്ചു പുളച്ചു. ഒടുക്കം എല്ലാത്തിനും കൂടി ഉള്ളതാണ് ഇപ്പോൾ അടിച്ച് കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിലാണ് മുൻ പ്രസിഡന്റിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇതോടെ LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അമരത്തിരുന്ന മൂന്നാമത്തെ പ്രമുഖ നേതാവാണ് കേസിൽ അറസ്റ്റിലാകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് കൂടി തട്ടിപ്പ് കേസിൽ കുടുങ്ങിയതോടെ CPMും കടുത്ത രാഷ്ട്രീയ പ്രതിരോധത്തിലേക്ക് വീണിരിക്കുകയാണ്. A പത്മകുമാർ, N വാസു എന്നീ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ നേരത്തെ തന്നെ കേസിൽ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ഭരണസമിതിയുടെ തലവനായ പ്രശാന്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇടത് ഭരണത്തിന് കീഴിൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന പ്രമുഖരെല്ലാം ഒന്നൊന്നായി സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്നത് ഭരണമുന്നണിയെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അതായത് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് CPM ആണ്. PS പ്രശാന്തിന്റെ അറസ്റ്റ് മുൻപ് തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതായത് പിണറായി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് തന്നെ. എന്നാൽ SITയിൽ സമ്മർദ്ദം ചെലുത്തി ആ അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകുകയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടമായിരുന്നത് കൊണ്ട് തന്നെ PS പ്രശാന്തിന്റെ അറസ്റ്റ് നടന്നിരുന്നുവെങ്കിൽ അത് നേരെ VN വാസവനിലേക്കും എത്തുമായിരുന്നു അതിൻ്റെ അന്വേഷണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അറസ്റ്റ് നീട്ടിക്കൊണ്ടു പോകാൻ SITക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. ഒടുക്കം അധികാരവും പോയി ഇപ്പോൾ പ്രതിപക്ഷത്താണ് CPM. എന്നാലും ശബരിമലയിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളകൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നവർ എല്ലാവരും ഓരോരുത്തരായിട്ട് അഴിക്കുള്ളിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ അതേ പാറ്റേണിൽ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും വലിയ രീതിയിൽ അവിടെ കൊള്ള നടന്നിട്ടുണ്ട് എന്നാണ് വിവരം. അതിന് ചുക്കാൻ പിടിച്ചതിൽ PS പ്രശാന്തിന് വലിയ പങ്കുണ്ടെന്ന ആരോപണവും കൂടി പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ SITയുടെ പക്കലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ പ്രശാന്ത് അഴിക്കുള്ളിൽ കിടന്ന് ഇനി വല്ലാതെ പാടുപെടും. 2025 ശബരിമല നടപ്പന്തലിലെയും ശ്രീകോവിലിലെയും തങ്കയങ്കി സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിനെതിരെ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ യാതൊരുവിധ മുൻകൂർ അനുമതിയും വാങ്ങാതെയാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയത് എന്ന് SIT കണ്ടെത്തിയിരുന്നു. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ ഗുരുതര വകുപ്പുകളാണ് പ്രശാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 2025 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ദേവസ്വം ബോർഡിൽ ഭരണം നടത്തിയ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും വരും ദിവസങ്ങളിൽ കുടുങ്ങാനാണ് സാധ്യത. ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് ഒത്താശ ചെയ്യുകയും മഹസർ നിർമ്മാണത്തിലും സ്വർണം മാറ്റുന്നതിലും പങ്കാളികളാകുകയും ചെയ്ത പ്രമുഖരെല്ലാം അന്വേഷണ നിഴലിലാണ്. സമാനതകളില്ലാത്ത ഈ തട്ടിപ്പിൽ കൂടുതൽ പ്രമുഖരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് SIT നൽകുന്നത്. ഇതിനിടെ 2025 നടന്ന സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയിലേക്ക് അന്വേഷണം നീളുമോ എന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ എന്നതുമാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന മറ്റൊരു ചോദ്യം. നട തുറക്കുന്നതും അടയ്ക്കുന്നതും പൂജാ കാര്യങ്ങളും ദേവപ്രശ്നവുമെല്ലാം തന്ത്രിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നതിനാൽ ശ്രീകോവിലിനുള്ളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു മാറ്റിയപ്പോൾ തന്ത്രിയുടെ അനുമതിയോ അറിവോ ഉണ്ടായിരുന്നുവോ എന്ന കാര്യം SIT അതീവ ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. തന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്ന അന്വേഷണ സംഘം കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ടെന്ന് തെളിഞ്ഞാൽ കടുത്ത നടപടികളിലേക്കും കടക്കും. കാരണം
SITക്ക് ഈ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാൻ കഴിയില്ല. ഏത് വലിയ ഉന്നതനായാലും തന്ത്രിയായാലും മന്ത്രിയായാലും സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണെങ്കിൽ അവർക്കെതിരെ കർശന നടപടി വേണം, തൂക്കി അകത്തിടണം എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ശബരിമലയിലെ സ്വർണം ആസൂത്രിതമായി കടത്തിയെന്ന പരാതിയിലാണ് ഹൈക്കോടതി നേരിട്ടിടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കേസിൽ 1ഉം 2ഉം പ്രതികളായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരിൽ നിന്ന് ലഭിച്ച നിർണായക മൊഴികളുടെയും സാമ്പത്തിക ഇടപാടുകളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം ബോർഡിന്റെ മുൻ അമരക്കാരിലേക്ക് വ്യാപിപ്പിച്ചത്. ആഴ്ചകൾ നീണ്ട കൃത്യമായ ആസൂത്രണം ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് SIT വ്യക്തമാക്കുന്നു. അറസ്റ്റിന് തൊട്ടു മുൻപ് താൻ നിരപരാധിയാണെന്നും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നീക്കമാണിതെന്നും ആരോപിച്ച് PS പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. എങ്കിലും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി ഒത്താശ ചെയ്തു കൊടുത്തു എന്നത് കണ്ടെത്തിയതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കടന്നത്. ഭരണഘടനാപരമായ ചുമതലകൾ ദുരുപയോഗം ചെയ്തു എന്ന കണ്ടെത്തിയതോടെയാണ് ഇടത് നേതാവിന് പിടിവീണത്. പൊതുമുതലും അയ്യപ്പ ഭക്തരുടെ കാണിക്കയും കവർന്ന കേസിൽ കൂടുതൽ ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് SITയുടെ നീക്കം. മുൻ ഭരണസമിതികൾ നടത്തിയത് കേവലം അനാസ്ഥയല്ലെന്നും കൃത്യമായ കൂട്ടുകച്ചവടമാണെന്നും തെളിഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ CPMകാരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ, അതായത് 2025 കാലഘട്ടത്തിൽ പിണറായി വിജയന്റെ കാലത്ത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ വല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഉയർന്നിരിക്കുന്നത്. PS പ്രശാന്തിന് ഇപ്പോൾ പണി കിട്ടുമ്പോൾ ഉമ്മൻചാണ്ടി പക്ഷക്കാർ വലിയ ആഘോഷത്തിലാണ്. അവർ ആവേശത്തിൽ തന്നെയാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന വിശ്വസ്തനിൽ നിന്ന് ശബരിമല കൊള്ളയിൽ പ്രതിയായി ഇപ്പോൾ അഴിക്കുള്ളിലേക്ക് പ്രശാന്തിന്റെ രാഷ്ട്രീയ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ അത് വഞ്ചനയുടെയും രാഷ്ട്രീയ തഞ്ചം നോക്കലിന്റെയും കറുത്ത ഏടുകളാണ് എന്ന് ഉമ്മൻചാണ്ടി അനുകൂലികൾ പറയുന്നു. ഒരു കാലത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്ന പ്രശാന്ത് തനിക്ക് ജീവനും ജീവിതവും നൽകിയ നേതാവിനെ കണ്ണീരിലാഴ്ത്തി CPMലേക്ക് ചേക്കേറുകയും ഒടുവിൽ ശബരിമലയിലെ പവിത്രമായ സ്വർണം കവർന്ന കേസിൽ അഴിക്കുള്ളിലാകുകയും ചെയ്യുമ്പോൾ കാലം കാത്തുവെച്ച വിധിയാണ് ഇതെന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. ഗുരുതരമായ രോഗം ബാധിച്ച് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിൽ പ്രശാന്ത് മരണത്തോട് മല്ലിട്ട് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോൾ ആ ശസ്ത്രക്രിയ പൂർത്തിയാകും വരെ പ്രശാന്തിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് ആശുപത്രി വരാന്തയിൽ മണിക്കൂറുകളോളം കുത്തിയിരുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. പ്രശാന്തിനോടുള്ള ഈ പ്രത്യേക വാത്സല്യവും അനുകമ്പയും കൊണ്ടാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാവ് പാലോട് രവിയുടെ ശക്തമായ എതിർപ്പുകൾ മറികടന്ന് ഉമ്മൻചാണ്ടി പടപൊരുതി നെടുമങ്ങാട് സീറ്റ് പ്രശാന്തിന് നേടിയെടുത്ത് നൽകിയതെന്നും മത്സരിപ്പിച്ചതെന്നും ഒരു ചർച്ചയുണ്ട്. മുൻപ് പാലോട് രവി നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രം തോറ്റ നെടുമങ്ങാട് മണ്ഡലത്തിൽ പ്രശാന്ത് വൻ ഭൂരിപക്ഷത്തിലാണ് തോറ്റു തുന്നം പാടിയത്. അപ്പോഴും പ്രശാന്തിനെ തള്ളിപ്പറയാതെ ഒപ്പം നിർത്തിയ ഉമ്മൻചാണ്ടി പ്രശാന്തിന്റെ പരാജയത്തിന് ശേഷവും ആ കുടുംബം വഴിയാധാരമാകാതിരിക്കാൻ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഒരാളാണ്. സുരക്ഷിതമായ ജോലിയും വാങ്ങി നൽകി സംരക്ഷിച്ചു. എന്നാൽ ആ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും തണൽ പ്രശാന്ത് വളരെ വേഗം അങ്ങ് മറന്നുപോയി. തനിക്ക് ഒരുപാട് വളരണം എന്നുള്ള വലിയൊരു ആഗ്രഹം, കുറുക്കു വഴിയിലൂടെ ആണെങ്കിലും എനിക്ക് വളരണം എന്നുള്ള ഒരു ചിന്തയുള്ള ആളായിരുന്നു പ്രശാന്ത്. തനിക്ക് രാഷ്ട്രീയ ഭാവി വാഗ്ദാനം ചെയ്ത CPMലേക്ക് കൂടുമാറാൻ പ്രശാന്ത് പിന്നീട് നീക്കങ്ങൾ ആരംഭിച്ചു. പ്രശാന്ത് പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വിവരമറിഞ്ഞ് കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒന്ന് നേരിട്ട് സംസാരിക്കാനുമായി ഉമ്മൻചാണ്ടി തന്നെ സ്വന്തം ഫോണിൽ നിന്ന് പ്രശാന്തിനെ വിളിച്ചു. എന്നാൽ പ്രശാന്ത് ഫോൺ എടുത്തില്ല, സംസാരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. തുടർന്ന് പേഴ്സണൽ ഗൺമാന്റെ ഫോണിൽ നിന്നും വിളിച്ചെങ്കിലും പ്രശാന്ത് കോള് കട്ട് ചെയ്തു. ഒടുവിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകന്റെ ഫോണിൽ നിന്ന് വിളിച്ചപ്പോൾ പ്രശാന്ത് നിമിഷ നേരം കൊണ്ട് ഫോൺ എടുക്കുകയും ചെയ്തു. ഇതോടെ തന്നെ ഒഴിവാക്കിയതാണെന്ന് ഉമ്മൻചാണ്ടി തിരിച്ചറിഞ്ഞു. താൻ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുകയും എല്ലാ സഹായങ്ങളും കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത തൻ്റെ വിശ്വസ്തൻ ഈ ചതി ഉമ്മൻചാണ്ടിയോട് കാണിച്ചത് അദ്ദേഹത്തെ വല്ലാത്ത മുറിവേൽപ്പിച്ചു എന്നാണ് ഉമ്മൻചാണ്ടി അനുകൂലികൾ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ പറയുന്നത്. ഫോൺ സംഭാഷണത്തിന് ശേഷം നെടുവീർപ്പോടെ കണ്ണുനീര് തുടച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്നാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. പിതൃതുല്യനായ ഒരു നേതാവിനെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു പ്രശാന്തിന്റെ ആ ചുവടുമാറ്റം. CPMലെത്തിയ പ്രശാന്തിന് അധികം വൈകാതെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി ലഭിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ അധികാരത്തിന്റെയും പണത്തിന്റെയും അർമാദം അടിച്ചുപൊളി ജീവിതമായിരുന്നു പ്രശാന്തിൻ്റേത്.
മുഷ്ടി ചുരുട്ടി ശരണം വിളിച്ച് ഭരണ നേതൃത്വത്തിന്റെ പ്രീതി പിടിച്ചു പറ്റിയ പ്രശാന്ത് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങൾ ഒടുവിലെത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കവർച്ചയിലേക്കാണ്. എങ്ങനെയും പിണറായിയുടെ വിശ്വസനാകുക എന്നതായിരുന്നു പ്രശാന്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. ആഗോള അയ്യപ്പ സംഗമ ബുദ്ധി പോലും ഇതിന്റെ ഭാഗമായിരുന്നു എന്ന് ഇപ്പോൾ ചില ചർച്ചകൾ വരുന്നുണ്ട്. പക്ഷെ അടിമുടി പാളിപ്പോയി. അത് ഇടത് സർക്കാരിന്റെ വീഴ്ചയ്ക്ക് കാരണവുമായി. പിന്നാലെ UDF അധികാരത്തിലെത്തി. ഇപ്പോൾ പ്രശാന്ത് അഴിക്കുള്ളിലേക്കും. ചെയ്തു കൂട്ടിയതിനൊക്കെ നല്ല ഒന്നാം തരം മറുപടികളാണ് പ്രശാന്തിന് കിട്ടിയത്. ഒന്ന് ഓർത്തു നോക്കുക, ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ട കേസിൽ അകത്തായി എന്നുള്ള പേര് തന്നെ അയാൾ മരിക്കുവോളം ഉണ്ടാകും. ആ കുടുംബം മുഴുവൻ ഈ ഒരു നാണക്കേട് പേറി ജീവിക്കേണ്ടി വരും. പ്രശാന്തിന്റെ മക്കൾ ഉൾപ്പെടെ ഈ നാണക്കേടിന് പാത്രമാകും. അവർ എല്ലാ കാലത്തും കള്ളന്റെ മകൻ എന്നുള്ള വിളിപ്പേരിന് അർഹരാകും. ഇതെല്ലാം അധികാരത്തിനും പണത്തിനും വേണ്ടി ചെയ്തു കൂട്ടിയതിൻ്റെ ഫലമാണ്. 2025 ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിലെയും കട്ടിലപ്പാളികളിലെയും കോടികൾ വിലമതിക്കുന്ന സ്വർണം അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കടത്തിയ കേസിലാണ് ഇപ്പോൾ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2019 നടന്ന പഴയ സ്വർണ്ണ തട്ടിപ്പ് മറച്ചു പിടിക്കാനും ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ പോലും ഇരുട്ടിൽ നിർത്തി വ്യാജരേഖകൾ ചമച്ചാണ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ സ്വർണം കടത്തിയത് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയാണ് ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. ഇടം കൊടുത്ത പ്രസ്ഥാനത്തെയും വളർത്തി വലുതാക്കിയ നേതാവിനെയും വഞ്ചിച്ചുകൊണ്ട് കെട്ടിപ്പടുത്ത പ്രശാന്തിന്റെ സാമ്രാജ്യമാണ് ശബരിമല അയ്യപ്പന്റെ നടയിൽ നടന്ന കവർച്ച വെളിച്ചത്തായതോടെ ഇപ്പോൾ അടിയോടെ വീണിരിക്കുന്നത്. 18ാം പടിയിൽ തല തല്ലുകയാണ് PS പ്രശാന്തും. പ്രശാന്തിന് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല.